ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സം ഓർ അതർ അതിൻ്റെ ആ പഴയ ഡ്രൈവ് കിട്ടുന്നില്ല. പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന ഒരു ഉന്മേഷവും ആ ഒരു ഊർജ്ജവും ഇപ്പോൾ എനിക്ക് എന്തോ ബിസിനസ് നഷ്ടപ്പെടുന്നു. ഇത് എൻ്റെ അടുത്ത് ഒന്നല്ല, നിരവധി ആൻട്രപ്രന്യേഴ്സ് അടുത്തിടയ്ക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ബേൺ ഔട്ട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പല പല പേരുകൾ പറയും. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നുണ്ട്, അത് കുറച്ച് കൂടിയ ഇനമാണ്. പക്ഷേ സ്റ്റിൽ പല ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർ ഒരുപക്ഷെ ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ സം ഓർ അതർ കൈൻഡ് ഓഫ് എന്തോ താല്പര്യം നഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തിനാണിതെന്നൊക്കെ തോന്നുന്നൊരവസ്ഥ. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഞാൻ ഒരു കാരണമൊന്നും പറയുന്നില്ല. പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യം, നമ്മൾ 10 വർഷം മുമ്പ് ഒരു ആൻട്രപ്രന്യൂവർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും, ഈവൻ തൊഴിൽ രംഗത്തുള്ള ആളാണെങ്കിലും 10 വർഷം മുമ്പ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തന മേഖല നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. AI പോലുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടാവാം, പക്ഷേ എല്ലാ ആൾക്കാരും അതിലേക്ക് എക്വിപ്ഡ് ആയിട്ടില്ല ഇപ്പോഴും. 1. 2, AI തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത കൂട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് പല കാര്യങ്ങളും ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് നമ്മളെക്കാൾ മുന്നിലേക്ക് മറ്റു പലരും കുതിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് നമുക്ക് എന്താ പറയുക, ആ സ്പീഡ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇത് മിക്കവാറും ആൻട്രപ്രന്യൂവേഴ്സ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എസ്പെഷ്യലി ആൻട്രപ്രന്യൂവേഴ്സ് ഒരു 40 വയസ്സിന് മുകളിലുള്ള കൂടുതൽ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഫേസ് ചെയ്തേ പറ്റൂ. ഇതിന് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊന്ന് 10 വർഷം മുമ്പുള്ള നമ്മളെ കൊണ്ട് ഇന്നത് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്കില്ലുകൾ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ പോരാ, സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മളുടെ വിഷൻ റീസെറ്റ് ചെയ്യേണ്ടി വന്നു വരാം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ അതേപോലെ വർക്ക് ചെയ്യേണ്ട 1-2 മേഖലകളാണ്. നമ്മളുടെ ബോഡിയെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ബ്രെയിനിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ മൈൻഡിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം. കാരണം ഇന്ന് അത്രമാത്രം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഞാൻ കാണുന്ന ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു സീൻ, നിരവധി ആൻട്രപ്രന്യൂവേഴ്സ് ഇപ്പോൾ ഫിറ്റ്നസ്സിലൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അത് വളരെ എൻകറേജിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമാവുന്നില്ല, നമ്മളതിനൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് അതിനകത്ത് ആവശ്യമാണ്. നമുക്ക് ഹൈ എനർജി നമുക്കിന്ന് വളരെ ആവശ്യമാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് 10 വർഷം മുമ്പ് നമ്മളൊരു ബിസിനസ് ചെയ്തിരുന്ന അതേ ബിസിനസ്സിൽ അന്ന് ചെയ്യേണ്ടതിൻ്റെ 10 മടങ്ങ് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടി വരുന്നുണ്ട്. മേ ബി ഡെലിഗേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ആൻട്രപ്രന്യൂവർ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ 10 മടങ്ങ് എനർജി നമുക്കുണ്ടായേ പറ്റൂ. ആ എനർജി ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ളൊരു ഫിസിയോളജി നമുക്കുണ്ടാവണം. നമ്മുടെ ബോഡി അതിനെ എക്വിപ്പ് ചെയ്യാൻ തയ്യാറാവണം. 2, ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്ററാണ്. പണ്ട് കുറേ കൂടെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാമായിരുന്നു. മൊബൈൽ വരുന്നതിന് മുമ്പാണെങ്കിൽ കുറേ സമയം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ അതുമില്ല. മൊബൈൽ വന്നതോടുകൂടി അത് ഫാസ്റ്ററായി. വാട്സപ്പ് വന്നതോടുകൂടി ആൾക്കാർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ അറിയണമല്ലോ. നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആൻസർ കിട്ടണം. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ വേഗതയിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറി. ഒരു ബിസിനസ് നെഗോഷിയേഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല തീരുമാനങ്ങളും ആ മൊമെൻറ്റിൽ എടുക്കേണ്ടി വരും. പറയപ്പെടുന്നത് അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ നഷ്ടപ്പെടുന്നു എന്നാണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ ലോസ്റ്റ് അറ്റ് ദ വിങ്ക് ഓഫ് എൻ ഐ എന്നാണ് പറയുക. ആ വേഗതയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ അതുപോലെ അതിനുവേണ്ടി തയ്യാറാവണം, ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അത് സാധിക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാം ചെയ്യാവുന്നതാണ്. അതിനുള്ള സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് നമുക്കതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ തയ്യാറാവാതെ ഇന്ന് ആൻട്രപ്രന്യൂർഷിപ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക, ഈവൻ പ്രൊഫഷണൽ രംഗത്ത് പോലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ബേൺ ഔട്ടിലേക്ക് എത്തുന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും. നമ്മൾ ഡ്രെയിൻഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളുടെ ഫോക്കസും അറ്റൻഷനും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ, ബോഡി, മൈൻഡ് ഇത് എസെൻഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക.